റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ. ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ലിലെ രണ്ടാമത്തെ മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെൻ ഗുഡ് വിൽ ഈസ് ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ്, അതായത് റിട്ടയർമെൻറ്റ് സമയത്ത് ബാലൻസ് ഷീറ്റിൽ ഗുഡ് വിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ബുക്ക് വാല്യൂ ഓഫ് ഗുഡ് വിൽ. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റ് സമയത്ത് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഗുഡ് വില്ലിൻ്റെ വാല്യൂനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, പ്രസൻറ്റ് വാല്യൂ. പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റ് സമയത്തുള്ള ഗുഡ് വില്ലിൻ്റെ പുതിയ വാല്യൂനെയാണ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ബുക്ക് വാല്യൂം പ്രസൻറ്റ് വാല്യൂം തമ്മിൽ കമ്പയർ ചെയ്തതിന് ശേഷമായിരിക്കണം റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ ട്രീറ്റ് ചെയ്യേണ്ടത്. കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ബുക്ക് വാല്യൂ പ്രസൻറ്റ് വാല്യൂവിനേക്കാളും കുറവായിരിക്കാം. അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, പ്രസൻറ്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ബുക്ക് വാല്യൂ. രണ്ടാമത്തെ സിറ്റുവേഷനിലോ ബുക്ക് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ പ്രസൻറ്റ് വാല്യൂ, അതായത് ബുക്ക് വാല്യൂ പ്രസൻറ്റ് വാല്യൂവിനേക്കാളും കൂടുതലാണ്. അല്ലെങ്കിൽ എന്ത് പറയാം, പ്രസൻറ്റ് വാല്യൂ ഈസ് ലെസർ ദാൻ ബുക്ക് വാല്യൂ, അതായത് പ്രസൻറ്റ് വാല്യൂ ബുക്ക് വാല്യൂവിനേക്കാളും കുറവായിരിക്കാം. ഈ രണ്ട് സിറ്റുവേഷനിലും എങ്ങനെയായിരിക്കും ജേർണൽ എൻട്രി എന്നുള്ളത് നമുക്ക് പ്രോബ്ലത്തിലൂടെ പഠിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കുക. ദീപക്, നകുൽ ആൻഡ് രാജേഷ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 5:3:2. Goodwill appears in the books at a value of rupees 20,000. Nagul retires, and on the day of Nagul's retirement, goodwill is valued at rupees 24,000. ഇവിടെ പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? ദീപക്, നകുൽ ആൻഡ് രാജേഷ്. ഓൾഡർ റേഷ്യോ 5:3:2. ഗുഡ്വിൽ ഇവിടെ ഓൾറെഡി അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതായത് ഗുഡ്വില്ലിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണ്? 20,000 ആണ്. അതായത് ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന ഗുഡ്വില്ലിൻ്റെ വാല്യൂ 20,000 ആണ്. റിട്ടയർ ചെയ്യുന്നത് ആരാണ്? നകുലാണ്. റിട്ടയർമെൻറ്റ് സമയത്ത് ഗുഡ്വില്ലിൻ്റെ പുതിയ വാല്യൂ കണ്ടുപിടിച്ചു, പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചു. എത്രയാണ്? 24,000 ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂം തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ബുക്ക് വാല്യൂ. അതായത് ഇപ്പോഴത്തെ ഗുഡ്വില്ലിൻ്റെ വാല്യൂ കൂടുതലാണെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലായത് എന്താണ്? അവിടെ ബിസിനസ്സിന് ലാഭം കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. ആ ലാഭം എന്ത് ചെയ്യണം? എല്ലാ പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്യണം. എല്ലാ പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഏത് റേഷ്യോയിലായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്? ഓൾഡർ റേഷ്യോയിലായിരിക്കണം. അപ്പോൾ നമുക്കിവിടെ എഴുതിയിരിക്കണം, നോക്കി നോക്കാം. ഹിയർ ഗുഡ്വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം ഈസ് rupees 20,000 ആൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ബുക്ക് വാല്യൂ. എത്രയാണ്? 24,000 മൈനസ് 20,000, ദാറ്റ് ഈസ് ഗുഡ്വിൽ 4,000. ഇവിടെ ജലൻ്റെ എന്ത് വരാം? ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ദീപക്സ് ക്യാപിറ്റൽ, ടു നകുൽസ് ക്യാപിറ്റൽ, ടു രാജേഷ് ക്യാപിറ്റൽ. ഏത് റേഷ്യോയിലായിരിക്കണം? ഓൾഡർ റേഷ്യോയിലായിരിക്കണം. 5:3:2. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ, അതായത് ഗുഡ്വിൽ ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി ഉള്ള സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത്? പ്രസൻറ്റ് വാല്യൂവും ബുക്ക് വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ പ്രസൻറ്റ് വാല്യൂ കൂടുതലാണെങ്കിൽ അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ബിസിനസ്സിന് പ്രോഫിറ്റ് ആണെന്നുള്ളത്. അതിവിടെ എല്ലാ പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് റിട്ടയറിംഗ് പാർട്ട്ണർ. ജലൻ്റെ എന്താണ്? ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 17. ഈ ഒരു ക്വസ്റ്റ്യനും എഴുതിയെടുക്കാം. മോഹൻലാൽ, ഗിർധരിലാൽ ആൻഡ് ശ്യാംലാൽ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 4:3:1. ശ്യാംലാൽ retires from the firm. On Shyamlal's retirement, goodwill has been valued at rupees 52,000. There was a goodwill account already appearing in the books of the firm with a value of rupees 60,000. ഇവിടെയും ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ തന്നിട്ടുണ്ട്. ആ ഗുഡ്വില്ലിനെ എന്ത് വിളിക്കുക? ബുക്ക് വാല്യൂ ഓഫ് ഗുഡ്വിൽ. എത്രയാണ് ബുക്ക് വാല്യൂ ഓഫ് ഗുഡ്വിൽ? 52,000. റിട്ടയർമെൻറ്റ് സമയത്ത് ഗുഡ്വില്ലിൻ്റെ പുതിയ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാണ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്? 60,000 ആണ്.
ഇതിൽ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 52,000 ആണ്. ഗുഡ് വിൽ ഹാസ് ബീൻ വാല്യൂഡ് അറ്റ് ₹52,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസൻറ്റ് വാല്യൂ 52,000 ആണ്. ഗുഡ് വിൽ ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ്, അതായത് ബുക്ക് വാല്യൂ എത്രയാണ്? 60,000 ആണ്. പ്രസൻറ്റ് വാല്യൂ ബുക്ക് വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? പ്രസൻറ്റ് വാല്യൂ ബുക്ക് വാല്യൂവിനേക്കാളും കുറവാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ലോസാണ് വന്നിരിക്കുന്നത്. ലോസ് വരുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് വരുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, ലോസ് വരുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. ജലണ്ടർ എന്ത് വരും? മോഹൻലാൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ഗിർധരി ലാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ശ്യാംലാൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട്. എത്രയാണ് കുറവ് വരുന്നത്? 52,000 മൈനസ് 60,000, 8,000. ഏത് റേഷ്യോയിലായിരിക്കണം? എല്ലാ പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് റിട്ടയറിംഗ് പാർട്ട്ണർ. അതുകൊണ്ട് ഓൾഡർ റേഷ്യോയിലായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്. ഓൾഡർ റേഷ്യോ എത്രയാണ്? 4:3:1. ഇവിടെ നമ്മൾ പഠിക്കുന്നത് റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡെത്തിൻ്റെ സമയത്ത് ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി ഗുഡ് വിൽ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം ഗുഡ് വില്ലിനെ ട്രീറ്റ് ചെയ്യേണ്ടത്? പ്രസൻറ്റ് വാല്യൂ ബുക്ക് വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യാം. പ്രസൻറ്റ് വാല്യൂ കൂടുതലാണെങ്കിൽ ആ കൂടിയ എമൗണ്ട് എല്ലാ പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതായത് പ്രോഫിറ്റാണ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. പ്രസൻറ്റ് വാല്യൂ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ലോസാണ് വന്നിരിക്കുന്നതെന്നാണ്. ആ ലോസ് എല്ലാ പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്യുക, അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഹിഡൻ ഗുഡ് വിൽ. അതായത് ഒളിഞ്ഞു കിടക്കുന്ന ഗുഡ് വില്ലിനെ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക. ഗുഡ് വില്ലിൻ്റെ വാല്യൂ എത്രയാണെന്നോ അല്ലെങ്കിൽ റിട്ടയറിംഗ് പാർട്ട്ണർ ഷെയർ ഗുഡ് വിൽ എത്രയാണെന്നൊന്നും ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഗുഡ് വിൽ ഉള്ളത് കൊണ്ടാണ് അവിടെ ഗുഡ് വിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇവിടെ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. PQ and R are partners in a firm, sharing profits in the ratio 3:2:1. R retires and the balance in his capital account after making the necessary adjustment on account of reserves, revaluation, assets and liabilities works out to be ₹60,000. P and Q agreed to him ₹75,000 in full settlement of his claim. ഇതിലെ പാർട്ട്നേഴ്സ് ആയിരിക്കാണ് PQ and R. റിട്ടയർ ചെയ്യുന്ന ആരാണ്? R ആണ്. റേഷ്യോ ഏതാണ്? 3:2:1 ആണ്. റിട്ടയർമെൻറ്റ് സമയത്ത് എന്ത് ചെയ്യും? റിട്ടയറിംഗ് പാർട്ട്ണർ കൊടുക്കാനുള്ള എമൗണ്ടുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് ഇവർ കണ്ടുപിടിച്ചു. അതാണ് ദ ബാലൻസ് ഇൻ ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. എത്രയാണ് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ബാലൻസ്, അല്ലെങ്കിൽ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണ്? 60,000 ആണ് കൊടുക്കാനുള്ളത്. P and Q agreed to pay him ₹75,000 in full settlement of his claim. അതായത് റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ് അവർ വർക്കൗട്ട് ചെയ്തപ്പോൾ കൊടുക്കാനുള്ളത് എത്രയാണ്? 60,000 ആണ്. പക്ഷേ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എന്ത് തീരുമാനിച്ചു? 75,000 കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നത്? അതായത് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഹാർഡ് വർക്കിംഗ് കൊണ്ട് ബിസിനസ്സിന് കൂടുതൽ ലാഭം മുമ്പ് ഉണ്ടായിരുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ റിട്ടയറിംഗ് പാർട്ട്ണറോട് റിട്ടയർ ചെയ്ത് പോവുകയാണ്, അയാൾക്ക് ഇനി ഭാവിയിൽ പ്രോഫിറ്റിന് അർഹത ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പൻസേഷൻ ഉള്ള രീതിയിലാണ് ഈ കൂടുതൽ എമൗണ്ട് അല്ലെങ്കിൽ എക്സസ് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. എത്രയാണ് ഇവിടെ എക്സസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്? 75,000 മൈനസ് 60,000, 15,000. ഈ 15,000-നെയാണ് ഹിഡൻ വാല്യൂ ഓഫ് ഗുഡ് വിൽ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ വരുന്ന ഈ എക്സസ് എമൗണ്ട് ആരാണ് കൊടുത്തിരിക്കുന്നത്? പിയും ക്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഏത് റേഷ്യോയിലായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക? അതായത് ഈ പാർട്ട്ണർ റിട്ടയർ ചെയ്തപ്പോൾ ആർക്കാണോ കൂടുതൽ ഗെയിനിങ് കിട്ടിയിരിക്കുന്നത് അവരായിരിക്കും കൂടുതൽ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് റേഷ്യോയിലായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്? ഗെയിനിങ് റേഷ്യോയിലായിരിക്കണം ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടുത്തെ ഗെയിനിങ് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ന്യൂ റേഷ്യോനെ കുറിച്ചോ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിനെ കുറിച്ചോ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തെടുക്കുന്നതിനെ കുറിച്ചോ ഒന്നും ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അത്തരം സിറ്റുവേഷനിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് പഴയ റേഷ്യോയിൽ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യാം.
ആരാണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്? പിയും ക്യൂവും. ഇവിടെ ആറിൻ്റെ ഷെയർ എത്രയാണ്? 1 ആണ്. അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2 ആണ്. ആ റേഷ്യോയിൽ തന്നെയാണ് അവർ കണ്ടിന്യൂ ചെയ്യുക. അത്തരം സിറ്റുവേഷനിൽ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും സെയിം ആയിരിക്കും. നമ്മൾ പഠിച്ച കാൽക്കുലേഷൻ ഗെയിനിങ് റേഷ്യോയിലെ ആദ്യത്തെ മെത്തേഡാണ്. അപ്പോൾ ഇവിടുത്തെ ഗെയിനിങ് റേഷ്യോ ഏതാണ്? 3:2 ആണ്. 3:2 എന്നുള്ള റേഷ്യോയിൽ 15,000നെ ഡിവൈഡ് ചെയ്യാം. ജേണൽ എൻട്രി എന്ത് വരും? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അല്ലേ കൊടുക്കുന്നത്, അപ്പോൾ അവരെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് റെഡ്യൂസ് ചെയ്യാണ്. ജേണൽ എൻട്രി പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ആർസ് ക്യാപിറ്റൽ അക്കൗണ്ട്. പിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് 9,000, ക്യൂ 6,000, ആർ 15,000. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 90 NCERT exercise 1. Aparna, Manisha and Sonia are partners sharing profits in the ratio of 3:2:1. Manisha retires and goodwill of the firm is valued at rupees 1,80,000. Aparna and Sonia decided to share future profit in the ratio 3:2. Pass necessary journal entries. Retiring partner ആരാണ്? മനീഷയാണ്. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അപർണ ആൻഡ് സോണിയ. ഇവിടെ ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തന്നിട്ടുണ്ട്. ന്യൂ റേഷ്യോയും ഓൾഡ് റേഷ്യോയും തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടെ ഗുഡ്വിൽ ട്രീറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഗുഡ്വില്ലിൻ്റെ ബുക്ക് വാല്യൂ തന്നിട്ടില്ല. അതായത് ഇവിടുത്തെ സിറ്റുവേഷൻ ഏതാണ്? ഗുഡ്വിൽ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. അത്തരം സിറ്റുവേഷൻ നമ്മൾ 4 ഓപ്ഷൻസാണ് പഠിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഗുഡ്വിൽ ഈസ് റേസ്ഡ് അറ്റ് ഫുൾ വാല്യൂ, goodwill is raised at full value and written off immediately, goodwill is raised to the extent of retiring partner share of goodwill and writing off immediately, last one without opening goodwill account. ഇവിടെ ഏത് മെത്തേഡാണ് ഏത് ഓപ്ഷനാണെന്ന് പറഞ്ഞിട്ടില്ല. അത്ര സിറ്റുവേഷനിൽ 4ാമത്തെ ഓപ്ഷനാണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഗുഡ്വിൽ ഡസ് നോട്ട് ഓപ്പൺ ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. അതായത് ഗുഡ്വിൽ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാതെ ആയിരിക്കണം ഷെയർ ഓഫ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ജേണൽ എൻട്രി എന്താണ്? ഗുഡ്വിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ ഗെയിനിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായിരിക്കും ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഗെയിനിങ് റേഷ്യോ ആയിരിക്കണം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഈ ക്വസ്റ്റ്യനിൽ ന്യൂ റേഷ്യോയും ഓൾഡ് റേഷ്യോയും തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഫോർമുല വെച്ച് ചെയ്യുന്നത്. ആദ്യം അപർണയുടെ കാൽക്കുലേറ്റ് ചെയ്യാം. ന്യൂ റേഷ്യോ 3/5, ഓൾഡ് റേഷ്യോ 3/6. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വരുമ്പോൾ ആൻസർ എത്ര കിട്ടും? 3/30. ഇതേപോലെ സോണിയ 2/5 മൈനസ് 1/6. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വരുമ്പോൾ 7/30. ഗെയിനിങ് റേഷ്യോ എത്രയാണ്? 7:3 ആണ് വരുന്നത്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി എന്ത് വരും? അപർണാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സോണിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു മനീഷാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഗുഡ്വിൽ മാത്രമാണ് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഗുഡ്വിൽ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ ഗുഡ്വിൽ എങ്ങനെ നോക്കാം? ഫേമിൻ്റെ ഗുഡ്വിൽ തന്നിട്ടുണ്ട് 1,80,000. അതിൽ മനീഷയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ എത്രയാണെന്ന് നോക്കാം. രണ്ടാമത്തെ ആളാണ്. അങ്ങനെ വരുമ്പോൾ 1,80,000 ഇൻറ്റു 2/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 60,000. 60,000നെ ഗെയിനിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത് എത്രയായിരിക്കണം? 18,000, 42,000. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 20 NCERT exercise 2. Sangeeta, Saroj and Shanti are partner sharing profits in the ratio of 2:3:5. Goodwill is appearing in the books at a value of rupees 60,000. Sangeeta retires and goodwill is valued at rupees 90,000. Saroj and Shanti decided to share future profits equally. Record necessary journal entries. ഇവിടെ 3 പാർട്ട്നേഴ്സാണ്, സംഗീത, സരോജ് ആൻഡ് ഷാന്റി. റിട്ടയറിംഗ് പാർട്ട്ണർ ആരാണ്? സംഗീതയാണ്. ഇവിടെ ഗുഡ്വില്ല് നമുക്കിവിടെ 2 ഗുഡ്വില്ലാണ് തന്നിരിക്കുന്നത്. ഒന്ന് ബുക്ക് വാല്യൂ ഓഫ് ഗുഡ്വിൽ,
സെക്കൻഡ് വൺ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗുഡ് വിൽ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? രണ്ടാമത്തെ മെത്തേഡാണ്. ദാറ്റ് ഈസ് ഗുഡ് വിൽ ഈസ് അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. അത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? പ്രസൻറ്റ് വാല്യൂയും ഗുഡ് വിൽ ബുക്ക് വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് വരുന്നത് നോക്കി നോക്കാം. ബുക്ക് വാല്യൂ 60,000 ആണ്. പ്രസൻറ്റ് വാല്യൂ എന്താണ്? 90,000. ദാറ്റ് ഈസ് പ്രസൻറ്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ബുക്ക് വാല്യൂ. എത്രയാണ്? 30,000 ആണ്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ കൂടുതലാകുമ്പോൾ അവിടെ പ്രോഫിറ്റാണ്. അതെന്ത് ചെയ്യണം? എല്ലാ പാർട്ട്നേഴ്സിനും ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അതായത് 30,000-നെ 2:3:5 എന്നുള്ള റേഷ്യോയിൽ 3 പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്യാം. ജേണൽ എൻട്രി എന്തായിരിക്കും? ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റഡ് ടു സംഗീതാസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ടു സരോജസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ടു ഷാൻഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്ര സിറ്റുവേഷനിൽ ദാറ്റ് ഈസ് ഗുഡ് വിൽ ഈസ് ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. അത്ര സിറ്റുവേഷനിൽ പ്രസൻറ്റ് വാല്യൂ ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത്.